Hi students, welcome to Competitive Cracker. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ പാറ്റേൺ ഓഫ് GA ക്വസ്റ്റ്യൻസ്. അപ്പോൾ 2024 ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്, പ്ലസ് അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിന്റെ വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി ചോദിക്കാൻ ചാൻസസ് ഉള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമെന്ന്. അപ്പോൾ ഓൾറെഡി നോക്കി, ദോസ് ഹു ഹാവ് നോട്ട് ഡൗൺലോഡഡ് ദ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സീ ദ കണ്ടന്റ്സ്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, ക്വിസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ കുറേ കൂടെ പിന്നെയും നമുക്കൊരു ഐഡിയ കിട്ടും പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ്. പ്ലസ് ആൻഡ് ഡെഫിനറ്റ്ലി അനാലിസിസ് അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് questions. See the first one. Which among the following high courts has the largest number of benches? അപ്പോൾ ടോട്ടൽ എത്ര ഹൈക്കോർട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ 25 ഹൈക്കോർട്ട്സ് ആർ ദയർ. അതിലൊരു സംശയമില്ല നമുക്കല്ലേ. ഇപ്പോൾ ലേറ്റസ്റ്റ് 25 ഹൈക്കോർട്ട്സ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ബെഞ്ചസ് ഉള്ള ഹൈക്കോർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കൊൽക്കത്ത ഹൈക്കോർട്ടിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? കൊൽക്കത്ത ഹൈക്കോർട്ടിനകത്ത് വരുന്നതാണ് ഒന്ന് വെസ്റ്റ് ബംഗാൾ, പിന്നെ അണ്ടമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. അപ്പോൾ ഇൻ കൊൽക്കത്ത ഹൈക്കോർട്ട്, വെസ്റ്റ് ബംഗാൾ ആൻഡ് അണ്ടമാൻ നിക്കോബാർ ഐലൻഡ്സ്. ഗുവാഹട്ടി ഹൈക്കോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി ആസാം വരുന്നുണ്ട്. ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് ആൻഡ് മിസോറാം. അപ്പം 4 വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? മുംബൈ ഹൈക്കോർട്ടിനകത്ത് പറയുമ്പോൾ ഒന്ന് എന്തായാലും മഹാരാഷ്ട്ര വരും, ദെൻ ഗോവ, ദെൻ ദാദ്ര ആൻഡ് ദമനും കാണുന്നുണ്ട്. ദാദ്ര ആൻഡ് ദമൻ. Then comes Delhi High Court. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടിയില്ലേ? അപ്പോൾ വിച്ച് among the following high courts has the largest number of benches? അപ്പോൾ ഉറപ്പായിട്ടും ഇതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്താ വരേണ്ടത്? 1 ആൻസർ is B. ഗുവാഹട്ടി ഹൈക്കോർട്ട് is the right answer. ഏതൊക്കെ സ്റ്റേറ്റാ ഉള്ളത്? ആസാം, അരുണാചൽ, നാഗാലാൻഡ്, മിസോറാം. ക്ലിയർ? അപ്പോൾ 1 ആൻസർ is B. ഗുവാഹട്ടി ഹൈക്കോർട്ട് is the right. അപ്പോൾ ഉറപ്പായിട്ടും ഹൈക്കോർട്ട് അസിസ്റ്റന്റിൽ ഹൈക്കോർട്ടിനെ പറ്റി ഒരു ചോദ്യം എന്തായാലും വരുമല്ലോ. അപ്പോൾ ആ ടോപ്പിക് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അതിൻ്റെ GK പഠിക്കണം, പൊളിറ്റിക്സ് പഠിക്കണം, കറണ്ട് അഫയേഴ്സ് ബേസ്ഡും പഠിക്കണം. അതൊക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ എന്തായാലും ഗുവാഹട്ടി ഹൈക്കോർട്ടാണ്. രണ്ടാമത്തെ, വിച്ച് ആർട്ടിക്കിൾ മെൻഷൻസ് ദ ഫംഗ്ഷൻ ഓഫ് UPSC? എന്താണ് UPSC? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 315 തൊട്ടിട്ട് 323 വരെ വേണമെങ്കിൽ UPSCയുടെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾസ് ഉണ്ടോ? എല്ലാം ആ ടൈപ്പാണ് തന്നിരിക്കുന്നത്. 315, 323, 316, 320. Now read the question properly. Which article mentions the functions of UPSC എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 315 ഫംഗ്ഷൻ ആണോ പറയുന്നത്? അല്ല, ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരിക്കും പറയുക. ഒരു UPSC വേണം, അപ്പോൾ ഫംഗ്ഷൻ അല്ല. 316 എന്താ പറയുക? ടേം ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ടേം അല്ലെങ്കിൽ ഡ്യൂറേഷൻ, എത്ര വർഷത്തേക്ക് അല്ലെങ്കിൽ എത്ര വയസ്സ് വരെ, അതായിരിക്കും. 320 ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്. അപ്പൊ 323 എന്താണ്? UPSC, സ്റ്റേറ്റ് UPSC അല്ലെങ്കിൽ സെൻട്രൽ UPSC റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം? സബ്മിറ്റ് ചെയ്യണം. ആർക്കാ സബ്മിറ്റ് ചെയ്യേണ്ടത്? UPSC ആവുമ്പോൾ പ്രസിഡന്റ് കൊടുക്കാം, നമ്മുടെ സ്റ്റേറ്റിന്റെ ആവുമ്പോൾ PSC ആവുമ്പോൾ ഗവർണറിന് കൊടുക്കണം. അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് അങ്ങനെ ചോദിക്കുമായിരുന്നു, ഇപ്പൊ കണ്ടോ ക്വസ്റ്റ്യൻ മാറുന്നുണ്ട്. അപ്പൊ വിച്ച് ആർട്ടിക്കിൾ മെൻഷൻസ് ദ ഫംഗ്ഷൻ ഓഫ് ദ UPSC എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 320. വാട്ട് ഈസ് ആർട്ടിക്കിൾ 315? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് UPSC. 316 ടേം ഓർ ഡ്യൂറേഷൻ ഓഫ് UPSC. 323 the report should be submitted to president or governor. If it's UPSC, president. If it's PSC, governor. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാം. ഇതിനി ചോദിക്കാൻ ചാൻസ് ഇല്ല, ഇതിന്റെ വേറെ രീതിയിലുള്ള ടോപ്പിക്സും വരാം. അപ്പോൾ 2 ആൻസർ ഇസ് D. ആർട്ടിക്കിൾ 320 ഇസ് ദി റൈറ്റ് ആൻസർ. അടുത്ത, the time taken by the Constituent Assembly to complete its task of drafting the Constitution of India. ഇത് വളരെ ഈസി അല്ലേ? The largest written Constitution of India 2 വർഷം 11 മാസവും പിന്നെ 17 ദിവസവും. ചില ബുക്കിൽ 18 എന്നും കാണുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ആൻസർ ഏതാണ്? 2 years 11 months and 17 days. അത് കുറെ കൂടെ ഉറപ്പിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് സിറ്റിംഗ് അതെപ്പോഴാണ് നടന്നത്? December 9, 1946. നമ്മൾ ആദ്യമായിട്ടിരുന്നു ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ.
2 വർഷം ആഡ് ചെയ്ത്, അപ്പൊ December 9 മാറി എന്താവും? December 9 1948 ആവും. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ സിറ്റിംഗ് എപ്പോഴാ? December 9 1946. ആഡ് 2 years, December 9 1948. അതില് ഒരു 11 മാസം ആഡ് ചെയ്ത്, അപ്പൊ November 9 1949 ആയി. കണ്ടോ? ഇനി അതിലൊരു 17 ദിവസം ആഡ് ചെയ്ത്, അപ്പൊ എന്തായിരിക്കും വരണ്ടേ? November 26 1949. അന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ്. അതാണ് nowadays we are celebrating November 26 as what? കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. കണ്ടോ? അപ്പൊ ഇത് വെച്ച് ഇതും വെച്ച് കിട്ടും. ഇനി 2 മാസം കൂടെ കഴിഞ്ഞാൽ എന്തായി? January 26 1950 കോൺസ്റ്റിറ്റ്യൂഷൻ came into force. അതാണ് നമ്മൾ എന്താ സെലിബ്രേറ്റ് ചെയ്യുന്നത്? റിപ്പബ്ലിക് ഡേ. അപ്പൊ ഇത് ഓർത്ത് വെക്കുക, ഈ വർഷം ഓർത്ത് വെക്കുക. 2 വർഷം 11 മാസവും 17 ദിവസവും ആഡ് ചെയ്യുമ്പോൾ സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ആൻസർ ചെയ്ത 2 years 11 months and 17 days. കാശൊക്കെ കുറേ ചിലവായിട്ടുണ്ട്. അറൌണ്ട് 64 lakh rupees ഒക്കെ ചിലവായി. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ 3 ആൻസർ is C. 2 years 11 months and 17 days is the right answer. അത് തന്നെയാണോ ആൻസർ? That is the right answer. Next. The second largest public sector bank in India after SBI in terms of number of branches as of July 2024. ഇത് അന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ആഫ്റ്റർ SBI ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കാണ് ചോദിച്ചിരിക്കുന്നത്. ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓർ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ആൻസർ ഈസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഫോർ ദ ടൈം ബി. എവിടെയാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിച്ചാൽ ബറോഡ അല്ലെങ്കിൽ വഡോദര എന്ന് കാണും. വേർ ഈസ് വഡോദര? ഗുജറാത്ത്. കാനറ ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ബംഗളൂരു. കാനറ ബാങ്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ബംഗളൂരു. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. പേര് പഞ്ചാബ് ആണെങ്കിലും ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ. ക്ലിയർ? അപ്പൊ എന്താണ് ആൻസർ വരേണ്ടത്? 4 ആൻസർ ഈസ് സി. പഞ്ചാബ് നാഷണൽ ബാങ്ക്, the second largest public sector bank in India after SBI as of branches in July 2024. അന്നത്തെ കാര്യമാണ്. ഫ്യൂച്ചർ എന്തുകൊണ്ടും മാറാം. അപ്പൊ അതാണ് ഞാൻ ഇപ്പോൾ തരുന്നത്. അപ്പൊ 4 ആൻസർ ഈസ് സി. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ്. PM സ്വനിധി. ഉറപ്പായിട്ടും 1-2 സ്കീംസ് എപ്പോഴും എക്സാമിൽ ചോദിക്കാറുണ്ട്. PM സ്വനിധി എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് നിധി. പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ക്ലിയർ? അതാണ് പ്രൈം മിനിസ്റ്റർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി. ഇത് ശരിക്കും കോവിഡ് സമയത്താണ് ലോഞ്ച് ചെയ്തത്. അപ്പൊ 2020 ലോഞ്ച് ചെയ്തത് അല്ല. ഇപ്പൊ എന്തിനായിരിക്കും? കുറച്ച് കാശ് കൊടുക്കും. അപ്പൊ അർബനിൽ ഈ പച്ചക്കറി വിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ബിസിനസ് തുടങ്ങാൻ, അല്ലെങ്കിൽ കുറച്ചു കാലം പിടിച്ചു നിൽക്കാൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ഓപ്ഷൻ നോക്കി? PM സ്വനിധി സ്കീം ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് ഫോർ വാട്ട്? സ്കൂൾ ചിൽഡ്രൻ ഓഫ് ട്രൈബൽ വില്ലേജ് ആണോ? അല്ല. വുമൻ ഓൺട്രപ്രനേഴ്സ് ഓഫ് വില്ലേജസ് ആണോ? അല്ല. സ്ട്രീറ്റ് വെൻഡേഴ്സ് ആണോ? കഴിഞ്ഞു. അപ്പൊ എന്ത് സ്കീം അറിയുമ്പോഴും എക്സ്പാൻഷൻ പഠിക്കണേ. അപ്പൊ തന്നെ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഓർത്ത് വെച്ചോ. സ്വച്ഛ് ഭാരത് വർക്കർ ആണോ? അല്ല. അപ്പൊ കറണ്ട് അഫയേഴ്സിൽ ചിലപ്പോൾ ഓർത്ത് വെച്ചോ. നമ്മൾ സ്ഥിരം കേട്ടൊരു സ്കീമില്ലേ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. അതിന്റെ ഇപ്പൊ പേര് മാറിയില്ലേ. ഇപ്പൊ VB ഗ്രാം ജി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേൾക്കും. അപ്പൊ ചിലപ്പോ ഇതിനെപ്പറ്റി ക്വസ്റ്റ്യൻസ് വരാം. വികസിത് ഭാരത് ഗ്യാരണ്ടി റോസ്ഗാർ അജീവിക മിഷൻ ഗ്രാമീൺ. ചിലപ്പോൾ എക്സ്പാൻഷൻ ചോദിക്കാം, ചിലപ്പോൾ എത്ര ദിവസത്തെ വർക്ക് കിട്ടുമെന്ന് ചോദിക്കാം, ചിലപ്പോൾ ഫണ്ടിങ് ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ബട്ട് ഇൻ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം വിച്ച് ടോപ്പിക്? സ്കീംസ്. ഇത് 24 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 5 ആൻസർ ഈസ് സി. സ്ട്രീറ്റ് വെൻഡേഴ്സ് ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ അത് കിട്ടി. എന്താണ് 6ാമത്തെ? സംതിങ് റിഗാർഡിംഗ് ഡിഫൻസ്. ഐഡന്റിഫൈ ദ മിസൈൽസ് ഡെവലപ്ഡ് അണ്ടർ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അപ്പൊ മിസൈൽസിനെ പറ്റി ചോദ്യമാണ്. മിസൈൽ എന്നാകുമ്പോൾ എയർ ടു എയർ ആകാം, സർഫേസ് ടു എയർ ആകാം, അല്ലെങ്കിലോ എയർ സർഫേസ് ടു സർഫേസ് ആവാം, അല്ലെങ്കിൽ ആന്റി ടാങ്ക് വരാം, അല്ലെങ്കിലോ എന്താ പറയുക നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ എന്ന് കുറച്ച് എന്താ പറയുക നമ്മുടെ ക്രൂസ് മിസൈൽസ് ആവാം, അല്ലെങ്കിലോ പല പല മിസൈൽസ് വരാം സംഭവം. അപ്പൊ അത് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ഐഡന്റിഫൈ ദ മിസൈൽസ് ഡെവലപ്ഡ് അണ്ടർ ഇന്റഗ്രേറ്റഡ് ഗൈഡൽ മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അപ്പോൾ അഗ്നി ഒരു മിസൈലാണോ? ആണ്.
അതൊരു സർഫേസ് ടു സർഫേസ് മിസൈൽ. ഇപ്പൊ അഗ്നി 6 വരെ വരാൻ പോകുന്നു, ഇപ്പൊ 5 വരെ ഉണ്ട്. അർജുൻ ഒരു മിസൈലാണോ? അല്ല, അർജുൻ ഒരു ടാങ്ക് ആണ്, അപ്പൊ അത് വരത്തില്ല. തൃശ്ശൂൽ ഒരു മിസൈലാണോ? ഇവിടുന്ന് അങ്ങോട്ട് എറിയുന്ന ഒരു ടൈപ്പ് മിസൈലാണ് ആണ്. അപ്പൊ ഇതെന്താണ്? ഇവിടുന്ന് മുകളിലോട്ട്, അപ്പൊ സർഫേസ് ടു എയർ മിസൈലാണ് തൃശ്ശൂർ. പ്രചണ്ഡ് മിസൈലാണോ? അല്ല, പ്രചണ്ഡ് ഇസ് ഒരു ഹെലികോപ്റ്റർ ആണ്. അപ്പൊ കണ്ടോ, ഇത് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഐഡന്റിഫൈ ദ മിസൈൽസ് എന്നല്ലേ. അപ്പൊ 1ഉം 3ഉം അല്ലേ വരണ്ടേ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും വരുന്നത് 1ഉം 2ഉം ഇല്ല, 3ഉം 4ഉം ഇല്ല. കിട്ടി. 6 ആൻസർ ഇസ് സി. 1 and 3 only is the right answer. അപ്പോൾ എക്സ്പെക്ട് സം ക്വസ്റ്റ്യൻസ് ഫ്രം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഓൾസോ. അതും ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ 6 ഇറ്റ് ഷുഡ് ബി സി. 1 and 3 only is the right answer. 1 and 3. അപ്പൊ ടോപ്പിക്സ് കണ്ടോ? ഹൈക്കോർട്ടിനെ പറ്റി എന്തായാലും ഉണ്ട്, പിന്നെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്, പിന്നെ വേറെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുന്നുണ്ട് ഡിഫറെന്റ് രീതിയിൽ. ചിലപ്പോൾ ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻസും വരാം. പോളിറ്റി ബേസ്ഡ്, കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് എന്തായാലും ചോദിക്കും. പ്ലസ് ഡിഫൻസ് ബേസ്ഡ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. സ്കീം പിന്നെ ഉറപ്പാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ദ പുഞ്ചി കമ്മീഷൻ. എപ്പോഴും ഒരു 1-2 ക്വസ്റ്റ്യൻ വരും കമ്മീഷനെ പറ്റി. ദ പുഞ്ചി കമ്മീഷൻ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു അഡ്രസ് വാട്ട്? Government corruption, center-state relation, representation of backward classes in public services, issues related to linguistic and regional minority. പുഞ്ചി കമ്മീഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് റിഗാർഡിംഗ് സെന്റർ സ്റ്റേറ്റ് റിലേഷൻ ആണ്. നിങ്ങൾ പണ്ട് കേട്ട് കാണും സർക്കാരിയ കമ്മീഷൻ, സർക്കാരിയ കമ്മീഷൻ, രാജമന്നാർ കമ്മിറ്റി, സർക്കാരിയ കമ്മീഷൻ, രാജമന്നാർ കമ്മിറ്റി, പുഞ്ചി കമ്മീഷൻ. ഇതെല്ലാം റിലേറ്റഡ് ടു എന്താണ്? സെന്റർ ആൻഡ് സ്റ്റേറ്റ് റിലേഷൻസ്. അപ്പോൾ ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദ പുഞ്ചി കമ്മീഷൻ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു അഡ്രസ് സെന്റർ സ്റ്റേറ്റ് റിലേഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? 8ാമത്തെ. അപ്പൊ അത് കിട്ടി ആൻസർ, സെന്റർ സ്റ്റേറ്റ്. പ്രോപ്പർ കറണ്ട് അഫയേഴ്സ്. എന്തെങ്കിലും ഫസ്റ്റ് എന്ന് കണ്ടാൽ അത് ജുഡീഷ്യറി ആയിക്കോട്ടെ, അത് നോർമൽ ഫസ്റ്റ് ആയിക്കോട്ടെ, ഇന്ത്യയുടെ ഫസ്റ്റ് ആയിക്കോട്ടെ, വേൾഡ് ഫസ്റ്റിൽ ഇന്ത്യ ആയിക്കോട്ടെ, പഠിച്ചോ, എക്സാമിൽ ചോദിക്കും. ദ ഫസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് ടു ബാൻ കംപ്ലീറ്റ്ലി നോൺ വെജിറ്റേറിയൻ ഫുഡ്. അപ്പൊ ആ സിറ്റി പോയാൽ നോൺ വെജ് കിട്ടത്തില്ല. അതേതാണ്? നാറ ഇൻ ജപ്പാൻ, പലിത്താന ഇൻ ഇന്ത്യ, പ്രേവേങ് ഇൻ കംബോഡിയ, ഫൂക്കട്ട് ഇൻ തായ്ലാൻഡ്. ആൻഡ് ആൻസർ ആണ് പലിത്താന ഇൻ ഇന്ത്യ. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇൻ ദ ഭാവ്നഗർ ഡിസ്ട്രിക്ട്, in the Bhavnagar district of Gujarat. A famous pilgrimage of which religion? Jain religion. Normally non-veg ഇവർ കഴിക്കാറില്ല, വെജ് അല്ലേ. അപ്പൊ നോക്കിയേ, the first city in the world to ban completely non-vegetarian food ഏതാണ്? പലിത്താന ഇൻ ഇന്ത്യ. അതെവിടെയാണ്? ഭാവ്നഗർ ഡിസ്ട്രിക്ട്. അതെവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പോൾ എനിത്തിങ് റിഗാർഡിംഗ് ഫസ്റ്റ് പ്ലീസ് നോട്ട് ചെയ്തു, ചോദിക്കും. അടുത്ത നോക്കാം. ആൻസർ കിട്ടി. ഹൗ മെനി ഹൈക്കോർട്ട്സ് ഇൻ ഇന്ത്യ ഹാവ് ജുറിസ്ഡിക്ഷൻ ഓവർ മോർ ദാൻ 1 സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി? അപ്പം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു 25 ഹൈക്കോർട്ട്സ് ഉണ്ട് അല്ലേ. അതിൽ ഏതൊക്കെ ഹൈക്കോർട്ടിനാണ് മോർ ദാൻ 1 ഉള്ളത്? ഒന്നെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി. ഓപ്ഷൻ നോക്കിയിട്ട് നമ്മൾ പഠിക്കുക. നമുക്ക് താഴെ നിന്ന് വരാം. താഴെ കിടക്കുമ്പോൾ ആദ്യം ആൻഡമാൻ അല്ലേ കാണുന്നത്. അപ്പോൾ അണ്ടമാൻ ഏത് ഹൈക്കോർട്ടിനകത്താ വരുന്നത്? വെസ്റ്റ് ബംഗാളും അതിനകത്താ വരുന്നത്. അപ്പോൾ കൊൽക്കത്ത ഹൈക്കോർട്ട്. അങ്ങനെ പിടിക്കാം നമുക്ക്. അപ്പോൾ ഒരെണ്ണം ആയല്ലോ. പിന്നെ കാണുന്നത് എന്താണ്? കന്യാകുമാരി അല്ലേ. അപ്പൊ അത് ഏതായിരിക്കും? തമിഴ്നാടു ആൻഡ് പുതുച്ചേരി. അപ്പൊ അത് ഏത് ഹൈക്കോർട്ടിലായിരിക്കും വരുന്നത്? മദ്രാസ് ഹൈക്കോർട്ട്. അപ്പൊ 2ാമത്തെ കിട്ടി. ഇനി കേരളത്തിൽ വന്നാലോ? 3ാമത്തെ നമുക്ക് പിടിച്ചു നോക്കാം. കേരള ആൻഡ് ലക്ഷദ്വീപ്. അപ്പൊ അത് ഏത് ഹൈക്കോർട്ടിലായിരിക്കും വരുന്നത്? കൊച്ചി ഹൈക്കോർട്ട്. അപ്പോൾ 3 എണ്ണമായി അല്ലേ. അങ്ങനെ. ഇനി വേറെ വല്ലതും ഉണ്ടോ? അതാണ് മഹാരാഷ്ട്ര, ഗോവ, പിന്നെ ദാദ്ര ആൻഡ് ദമൻ. മഹാരാഷ്ട്ര, ഗോവ, ദാദ്ര ആൻഡ് ദമൻ. അപ്പൊ നോക്കിയേ, അത് ഏതായിരിക്കും? ബോംബെ ഹൈക്കോർട്ടിലായിരിക്കണം. അപ്പൊ അത് കിട്ടി. ക്ലിയർ അല്ലേ? 5ാമത് വന്നിട്ട് നമുക്ക് നോക്കാം. ഒന്ന് പഞ്ചാബ് ഉണ്ട്, പിന്നെ ഹരിയാനയുണ്ട്, പിന്നെ നമ്മുടെ രണ്ടിൻ്റെയും ക്യാപിറ്റൽ ചണ്ഡീഗഡ്. അപ്പൊ അത് ഏത് ഹൈക്കോർട്ടായിരിക്കും? പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ടായി. കണ്ടോ? അപ്പൊ ഇവിടെ ഒരു യു ടി വന്നു, ഇവിടെ ഒരു യു ടി വന്നു, ഇവിടെ ഒരു യു ടി വന്നു,
മഹാരാഷ്ട്ര, ഗോവ, ദാദ്ര ഇവിടെ ഒരു UT വന്നു. പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ് ഇവിടെ ഒരു UT വന്നു. ഇനി ആറാമത്തത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം എന്താണ് ആൻസർ വരണ്ടേ. ദറ്റ് ഈസ് ജമ്മു ആൻഡ് കശ്മീർ ആൻഡ് ലഡാക്ക്. ഇത് രണ്ടും വരുന്നത് ജമ്മു ഹൈക്കോർട്ടിലായിരിക്കും, ജമ്മു ആൻഡ് കശ്മീർ ഹൈക്കോർട്ട്. ഇനി ഏഴാമതൊരെണ്ണം ഉണ്ട്, അതാണ് ഗുവാഹട്ടി ഹൈക്കോർട്ട്. അതിലേതൊക്കെ വരും? ആസാം, പിന്നെ നമ്മുടെ അരുണാചൽ, നെക്സ്റ്റ് നാഗാലാൻഡ്, മിസോറാം. അപ്പൊ ശരിക്കും ഇവിടെ 7 എണ്ണമാണ് വരേണ്ടത്. ഓപ്ഷനിൽ 7 ഉണ്ടോ? ഇല്ല, 6 വരെയല്ലേ ഉള്ളൂ. അപ്പൊ 6 ടിക്ക് ചെയ്തു, കഴിഞ്ഞു. നമ്മളിപ്പോഴും ഓപ്ഷൻ നോക്കിയിട്ടല്ലേ ടിക്ക് ചെയ്യത്തുള്ളൂ. ചിലപ്പോൾ അതിനെക്കാട്ടിലും കൂടുതൽ കാണുമായിരിക്കും. ബട്ട് എന്താണോ ഓപ്ഷനിലുള്ളത് അത്രയും ടിക്ക് ചെയ്തു. ബട്ട് ഇതിനകത്ത് UT ഇല്ല. ബാക്കി ആൻഡമാൻ ഒരു UT ഉണ്ട്, പുതുച്ചേരി ഇവിടെ ഒരു UT ഉണ്ട്, ലഡാക്ക് അവിടെ ലക്ഷദ്വീപ് ഒരു UT ആണ്, ഇവിടെ ദാദ്ര ദമൻ ഒരു UT ആണ്, ചണ്ഡീഗഡ് ഒരു UT ആണ്, ഇതൊരു UT ആണ്. ചിലപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ബട്ട് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 7. Andaman and Nicobar and West Bengal comes under Kolkata High Court. Tamil Nadu, Puducherry comes under Madras High Court. Kerala, Lakshadweep, Kochi High Court. Maharashtra, Goa, Dadra, Daman, Bombay High Court. Punjab, Haryana and Chandigarh, Punjab and Haryana High Court. Jammu and Kashmir and Ladakh, that is Jammu and Kashmir High Court. Guwahati High Court, Assam, Arunachal, Nagaland, Mizoram. For the answer is 7, but optional 7 illa. Up answer 6 ആണ്. അപ്പോൾ ഇതിനകത്ത് ആൻസർ ഏതാണ്? 9. ആൻസർ is C. 6 is the right answer. അതും കിട്ടി. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് റക്കി ഘാരി? കണ്ടോ, ഇത് പക്ക ഹിസ്റ്ററി ക്വസ്റ്റ്യൻ അല്ലേ? ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ഇൻ ഇന്ത്യ ആണോ? ദ മായൻ കലണ്ടർ മെയ്ഡ് ബൈ മായ ദാനവയാണോ? പോപ്പുലർ ഹിന്ദി ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഓൺ ദ പൂർണിമ ഓഫ് ശ്രബം മന്ത് ആണോ? അതോ വില്ലേജ് ഇൻ പഞ്ചാബ് ബോർഡറിംഗ് പാകിസ്ഥാൻ ആണോ? ദോസ് ഹു ഹാവ് സ്റ്റഡീഡ് ഹിസ്റ്ററി അവർക്കറിയാം റക്കി ഘാരി ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ആണ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഇൻ ഹരിയാന. പഴയ നമ്മുടെ ഗാഗർ ഹക്കർ റിവറിന്റെ അടുത്തുള്ളൊരു സിറ്റിയാണ് റക്കി ഘാരി. അപ്പൊ ഈ ടോപ്പിക് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്ററിയാണ്. കണ്ടോ, അത് ഹിസ്റ്ററി. ഇത് നമ്മൾ എന്താണ് പഠിച്ചത്? ഇത് ഹൈക്കോർട്ടിന്റെ ടോപ്പിക്കാണ്. നോൺ വെജ് ബാൻ ചെയ്ത സ്റ്റേറ്റ്, അത് പക്ക കറണ്ട് അഫയേഴ്സ് ആണ്. പൃഥ്വി, അഗ്നി, പ്രചണ്ഡ് അതൊക്കെ എന്താണ്? അത് ഡിഫൻസ് റിലേറ്റഡ് ആണ്. സ്കീംസ് വരുന്നുണ്ട്. ഹൈക്കോർട്ടിനെ പറ്റി പിന്നെ എന്തായാലും ക്വസ്റ്റ്യൻസ് വരുമല്ലോ. അപ്പൊ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ദേ ആർ ആസ്കിങ് ഇൻ ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. അപ്പൊ ദിസ് ടോപ്പിക്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതുപോലത്തെ ആയിരിക്കും നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് കഴിഞ്ഞ വട്ടം എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ്. ക്ലിയർ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ആൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ഇൻ ഇന്ത്യ. ക്ലിയർ? അപ്പോൾ ഓൾറെഡി നോക്കിയേ, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ലോങ് ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട് സംഭവം. അപ്പോൾ എനി ഡൗട്ട്സ്, എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് വരുന്നത്, നോർമൽ റൈറ്റിംഗ്, പ്രിസിസ് റൈറ്റിംഗ്, ഇന്റർവ്യൂ പ്ലസ് നമ്മുടെ ബാച്ച് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8590202323. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ചെറിയ ഐഡിയ കിട്ടിയില്ലേ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.